സാർ നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDF അനുകൂലമായി വോട്ട് ചെയ്ത് ഏതാണ്ട് 63 കോൺഗ്രസ് MLA-മാരാണ് ജയിച്ച് എത്തിയിരിക്കുന്നത്. കൃത്യമായ കണക്ക് അത് തന്നെയാണ്. അതായത് ചരിത്രത്തിൽ ഇന്നുവരെ കോൺഗ്രസ് നേടാൻ പറ്റാത്ത ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ UDF നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മികവ് കൊണ്ട് തന്നെയാണ് അത്രയും വലിയ വിജയം കോൺഗ്രസിന് നേടാൻ സാധിച്ചത്. UDF 102 സീറ്റുകൾ കിട്ടിയത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തർക്കത്തെ തുടർന്ന് കോൺഗ്രസിൽ വലിയ ഒരു രൂക്ഷമായ ഭിന്നത രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയാൻ ഉള്ളത്. ഇവിടെ മുകുൾ വാസ്നിക്ക് അടക്കമുള്ള കേന്ദ്ര നിരീക്ഷകരെത്തുന്നു. MLA-മാരെ വീണ്ടും ഒറ്റയ്ക്കും കണ്ടുകൊണ്ടിരിക്കുന്നു. ഘടകകക്ഷികളുമായി അവർ അഭിപ്രായ വിനിമയം നടത്തി. ഇതിലെല്ലാം 2 ചേരികളിലായി MLA-മാർ മാറിയിരിക്കുന്നു. 47 പേര് KC വേണുഗോപാലിന് അനുകൂലമായി നിൽക്കുന്നു. 35 പേര് VD സതീശന് അനുകൂലമായിട്ടുണ്ടെന്ന് പറയുന്നു. 23 പേര് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ടുണ്ടെന്ന് പറയുന്നു. അക്ഷരാർത്ഥത്തിൽ ഇത് വോട്ട് ചെയ്ത് UDF അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച അണികളെയും ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരല്ലാത്ത നിഷ്പക്ഷരായ വോട്ടേഴ്സിനെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സര രംഗത്തേക്ക് MP-മാർ ഒരു കാരണവശാലും മത്സരിക്കേണ്ട എന്നുള്ളൊരു നിയമം ഉണ്ടായിരിക്കെ കോൺഗ്രസിന് ജയിച്ച് അധികാരം കിട്ടുമ്പോൾ KC വേണുഗോപാലിനെ ഹൈക്കമാൻഡ് എന്തർത്ഥത്തിലാണ് കേരളത്തിലേക്ക് കെട്ടിയിറക്കുന്നത്? തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൻ്റെ 63 MLA-മാർക്കും ഏതെങ്കിലും തരത്തിലുള്ള അയോഗ്യത ഉണ്ടോ എന്നുള്ളത് ഹൈക്കമാൻഡ് ഇതിൽ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്പർ ഈസ് ദ ഗെയിം ഓഫ് ദ പൊളിറ്റിക്സ് എന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം എന്നുള്ളതാണ് രാഷ്ട്രതന്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എണ്ണം കാണിച്ച് MLA-മാരെ തലയെണ്ണം കാണിച്ച് മത്സരിക്കാത്ത ഒരാളെ ജയിപ്പിക്കണം എന്ന് പറയുമ്പോൾ മത്സരിച്ചെത്തിക്കുക 63 പേര് VD സതീശൻ അടക്കമുള്ള UDF വേണ്ടി പരിണിത പ്രജ്ഞരായി നിന്ന് രാവും പകലും പ്രവർത്തിച്ച് കോൺഗ്രസിനെ UDF അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളെ തഴഞ്ഞുകൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് കെട്ടിയിറക്കുകയാണെങ്കിൽ യാതൊരു തർക്കവും വേണ്ട. 2031 ആകുമ്പോൾ പൊടി പോലുമില്ല കോൺഗ്രസ് കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ നാമാവിശേഷമായിട്ടുണ്ടായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും സൂചിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ കമന്റ് ബോക്സിൽ അടക്കം ആളുകൾ മറ്റു നിരവധി മാധ്യമങ്ങളിലും കമന്റുകളായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത്? അതായത് സ്വയം തൂങ്ങി മരിക്കുക എന്നുള്ള കാര്യമാണ്. എല്ലാ സമ്പത്തും മുന്നിൽ വന്നിട്ട് അത് അനുഭവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. കഴിഞ്ഞ 2021 തകർന്ന് തരിപ്പണമായി നിരാശരായി കഴിഞ്ഞ UDF പ്രവർത്തകരെ വിശ്വാസം കൊടുത്ത് അവരെ നയിച്ച് ഓരോ ഇലക്ഷനിലും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തി ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ച്, അതായത് ആദ്യം തന്നെ തൃക്കാക്കര, പിന്നെ പുതുപ്പള്ളി, പിന്നെ പാലക്കാട്, പിന്നെ നിലമ്പൂർ, ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻ വിജയം നേടിക്കൊടുത്തു എന്ന് മാത്രമല്ല 5 ഇരട്ടി 6 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് UDF വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി VD സതീശൻ മുന്നിട്ടിറങ്ങി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ വിജയിച്ച് അവസാനം ലോക്സഭാ ഇലക്ഷനും പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടി. അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം അതിനു മുമ്പായിട്ടൊരു യാത്ര നടത്തി, പുതുയുഗ യാത്ര. ഇന്ന് വരെ കേരളം കാണാത്ത വിധത്തിലുള്ള ജനപ്രളയമായിരുന്നു ആ യാത്രയിൽ ഉണ്ടായിരുന്നത്. കാരണം ഭരണവിരുദ്ധത, അതായത് സമയത്ത് പിണറായി വിരുദ്ധത ഇതിനെ ഏകോപിപ്പിച്ച് ഒറ്റയടിക്ക് നേതൃത്വം കൊടുത്ത് കേരളത്തെ ഒരു വിശ്വാസമുള്ള ഒരാളാക്കി മാറ്റിയെടുക്കുകയും നിലപാടുള്ള ആളായി മാറ്റിയെടുക്കുകയും ചെയ്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രയുടെ വിജയം. അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതിലേക്ക് ഒഴുകിയെത്തിയത്. നിഷ്പക്ഷരായ ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകൾ, BJP-യിലുള്ള ആളുകൾ എല്ലാം തന്നെ ഇതിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് അന്ന് ഉണ്ടായിട്ടുള്ള സവിശേഷത. അങ്ങനെ വന്ന ശേഷമാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിച്ച് കൃത്യമായിട്ടൊരു ലിസ്റ്റ്, ഇവിടെ വിജയിക്കാവുന്ന ആൾക്കാരുടെ ലിസ്റ്റ്, BRM ഷെറീഫിനെ പോലുള്ള, അതേപോലെ ജിൻഡോ ജോണിനെ പോലുള്ള, അതേപോലെ രാജു P നായരെ പോലുള്ള പ്രമുഖരായ ആളുകളെ അടക്കമുള്ള ഒരു ലിസ്റ്റ് VD സതീശൻ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെല്ലാം വെട്ടിമാറ്റി KC വേണുഗോപാൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരികയും അങ്ങനെ ഈ ഇലക്ഷനിൽ അദ്ദേഹം ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും അവർക്ക് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയിട്ടുള്ള VD സതീശന്റെ മികവിൽ അത് ജയിച്ചെടുക്കുകയും ചെയ്തു. സാർ, അവിടെയാണ് നമ്പർ ഈസ് ദി ഗെയിം ഓഫ് പൊളിറ്റിക്സ് എന്നിപ്പോൾ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് പറയുന്നത്. കാരണം
അന്തിമമായിട്ട് ആരൊക്കെ മത്സരിക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ വക്താവായ ഈ കെ സി വേണുഗോപാലാണ്. അങ്ങനെയെങ്കിൽ തനിക്ക് അനുകൂലമായി താൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ തനിക്ക് അനുകൂലമായി കൈപൊക്കാൻ സാധ്യതയുള്ള ഈ ആളുകളെയാണ് കെ സി വേണുഗോപാൽ നമ്പറിൻ്റെ കളിയായി ഇതിൽ തിരികെ കയറ്റിയിരിക്കുന്നത്. ഇത് വലിയ സംഖ്യയായിട്ട് ഇപ്പോൾ KPCC പ്രസിഡന്റ് ഉയർത്തി കാണിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്ന നമ്പർ എന്താണെന്നുള്ളത് വോട്ട് ചെയ്ത് ജനം തിരിച്ചറിയുന്നു. ഈ 63 MLA-മാരെ ജയിപ്പിക്കാൻ സാധിച്ച ജനങ്ങൾക്ക് ഇവരെ താഴെ ഇറക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടതുള്ളൂ എന്നുള്ളത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള KC വേണുഗോപാലുള്ള അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിൽ ദീർഘകാലം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലുണ്ട് എന്നുള്ളത് ഹൈക്കമാൻഡ് വക്താവായ KC വേണുഗോപാൽ മറക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന കമന്റുകളിൽ നിന്നും സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാർ പറഞ്ഞു വന്നത് ഈ നമ്പറുകൾ കൈപൊക്കാൻ വേണ്ടി ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം എന്നുള്ളത് BRM ഷമീറിനെ പോലെ ജിൻഡോ ജോസഫിനെ പോലെ ജയിക്കാൻ പൂർണ്ണമായും സാധ്യതയുള്ള മത്സരിക്കാൻ അർഹതയുള്ള ആളുകളെ ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റി താൻ മുഖ്യമന്ത്രിയാകാൻ വരികയാണെങ്കിൽ തനിക്ക് വേണ്ടി കൈ ഉയർത്താൻ സാധ്യതയുള്ള ആളുകളെ ലിസ്റ്റിൽ തിരികെ കയറ്റിയിട്ട് ഇപ്പോൾ കൂടുതൽ MLA-മാർ പിന്തുണയ്ക്കുന്നവരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുമ്പോൾ ഇതിലും വലിയ പൊറോട്ട് നാടകം, ചക്കളത്തി പോരാട്ടം UDF-ൽ എന്നാണ് ഉണ്ടായിരിക്കുന്നത്, കോൺഗ്രസിൽ എന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സാറിന് തുടരാം. അതായത് മുമ്പ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒറ്റയ്ക്ക് നിന്ന് വിജയിച്ചിരുന്ന കോൺഗ്രസ് എന്തേ അവിടെ അസ്തമിച്ചത്? അവിടെ ഇതേപോലെ തന്നെ ജ്യോതിരാജ് സിന്ധ്യയെയും അതേപോലെ തന്നെ സച്ചിൻ പൈലറ്റിനെയും എല്ലാം ഒതുക്കി അവസാനം അർഹതപ്പെടാത്ത ആൾക്കാരെ സ്ഥാനത്ത് കയറ്റിയപ്പോൾ എങ്ങനെ ഭരണത്തിലെത്തിക്കാൻ വേണ്ടി സഹായിച്ച ആൾക്കാരെ വെട്ടിമാറ്റി അവസാനം ഇല്ലാതായപ്പോൾ ഇപ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് ഉണ്ടോ? സച്ചിൻ പൈലറ്റിനെ പറ്റി അശോക് ഗെഹ്ലോട്ടിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസിനെ തകർച്ചയിലേക്ക് കൊണ്ടുപോയ ഒരാളാണ് KC വേണുഗോപാൽ. എന്തിന്? ഇത്തവണ 5 സംസ്ഥാനങ്ങളിൽ നടന്ന ഇലക്ഷനിൽ ഏത് സംസ്ഥാനത്താണ് KC വേണുഗോപാൽ ഇതേപോലെ വിജയിപ്പിച്ചെടുത്തത് കോൺഗ്രസിനെ? പുതുച്ചേരിയിലടക്കം ചെറിയൊരു സംസ്ഥാനമാണ്, 30 പേരുള്ള മാത്രമുള്ള സംസ്ഥാനമാണ് പുതുച്ചേരി. അവിടെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവിനെ, ക്രെഡിബിലിറ്റിയെ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. തമിഴ്നാട്ടിലുണ്ടോ? ബംഗാളിലുണ്ടോ? ആസാമിൽ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 50 സീറ്റോടെ ജയിച്ച സ്ഥലമാണ്. അവിടെ എന്തുകൊണ്ടാണ് അവർ ജയിക്കാൻ പറ്റാത്തത്? അപ്പൊ ഈ സ്ഥലങ്ങളിലൊന്നും KC വേണുഗോപാലിന് ജയിക്കാൻ യാതൊരു പ്രതീക്ഷയില്ല. അവിടെയൊക്കെ തോപ്പിട്ട് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലും ഇനി കോൺഗ്രസ് ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അടുത്ത ഭരണവും കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന, എല്ലാ സ്റ്റേറ്റിനെയും നിയന്ത്രിക്കുന്ന AICC ജില്ലാ അഖിലേന്ത്യാ സെക്രട്ടറി ആയ വേണുഗോപാൽ മനസ്സിലാക്കിയത് ഇപ്പോൾ കിട്ടിയ അവസരം, ഈ അവസരം അതായത് VD സതീശന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷമായി നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത അവസരം എങ്ങനെയെങ്കിലും തട്ടിയെടുത്തിട്ട് അവിടെ കയറിക്കൂടാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യാശ. എന്നാൽ ആ പ്രത്യാശയ്ക്ക് വലിയ തിരിച്ചടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ MLA-മാരായിട്ട് KC വേണുഗോപാലിന് വേണ്ടി കൈപൊക്കിയ ആളുകളെല്ലാം സ്വന്തം മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള അണികൾ ശരിക്കും വിഡ്ഢികളല്ല. അവർ കൃത്യമായി വോട്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന നേതൃത്വത്തെ കൂടി കണ്ടിട്ടാണ്. VD സതീശൻ നേതൃത്വത്തിലുള്ള ഒരു ഉറച്ച ഭരണമാണ്, ഉറച്ച നേതാവാണ് കേരളത്തിൽ വരാൻ പോകുന്നത് എന്ന് കണ്ടിട്ട് തന്നെയാണ്, അല്ലാതെ വേറൊന്നും കണ്ടിട്ടല്ല. KC വേണുഗോപാലിനെയോ ഈവൻ രാഹുൽ ഗാന്ധിയെ പോലും കണ്ടിട്ടല്ല കേരളത്തിലെ ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അവർ തിരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ നേതാക്കന്മാർക്ക്, MLA-മാർക്ക് അവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും. അതാണ് ഇപ്പോൾ മാത്യു കൊടനാടൻ കണ്ടുകൊണ്ടിരിക്കുന്ന. മാത്യു കൊടനാടൻ അവിടെ ഇന്നലെ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞു. ഇന്നലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ബാനറിൽ നിന്ന് അത് വെട്ടിമാറ്റി കത്തിക്കുന്ന രംഗമാണ് നമ്മൾ പുറത്തു വന്നത്. ഇന്ന് അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ ഞാൻ യാതൊന്നും പറഞ്ഞില്ല എന്ന് വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ MLA-മാർക്കും ബാധകമാണ്. ഇത് കേരളം കത്തിപ്പടരും. ഒരു കാരണവശാണ് ഒരാളെ ഇത്രയധികം പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് നേടാൻ ഇവിടെ എത്തിച്ച ശേഷം ആ കഷ്ടപ്പെട്ട ആളെ വെട്ടിമാറ്റി പുതിയ ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ഇലക്ഷൻ നിൽക്കാൻ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം MP സ്ഥാനം രാജിവെച്ച് പുതിയ ആളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കണം. 2, MLA ആയി വിജയിപ്പിക്കണം. ഇത് 2 കേരളത്തിൽ നിന്ന് തന്നെ നടക്കേണ്ട കാര്യമാണ്. അതും 6 മാസത്തിനുള്ളിൽ തിരിച്ചടി വന്നാൽ ഈ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം അതോടുകൂടി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അത് തന്നെയാണ് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് സാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ നിരന്തരം ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന അതിൻ്റെ ഹൈ കമാൻഡർമാർ അവരുടെ നിർണായക ഘട്ടത്തിൽ പോലും ഇവിടെ കേരളത്തിൽ വന്നാണ് അവരുടെ സീറ്റ് ഉറപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ കേരളം നിർണായക ശക്തിയാണ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശക്തി ചെറുതല്ല എന്നുള്ളത് മനസ്സിലാക്കി ഹൈക്കമാൻഡിന് ഉപദേശം നൽകുന്ന ആളുകളുടെ വാക്കുകൾ മാത്രം ചെവിക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ ഒരു ഭരണസാരഥ്യത്തെ നിശ്ചയിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ തീരുമാനം തെറ്റായിരിക്കും. അതിന് ജനപിന്തുണ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ തന്നെ ജനങ്ങൾ തെരുവിലിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഹൈക്കമാൻഡ് തിരിച്ചറിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നീതിയുക്തമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം.